പബ്ലിക് എക്സാമിന് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ചെറിയൊരു മാറ്റം കാണും. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് 4 പ്രോബബിലിറ്റിയാണുള്ളത് ഈ ഇത്രയും പാഠത്തിൽ. ഒന്നെന്ന് പറയുമ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൾഡ് മാൻ. ഒന്നെങ്കിൽ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അത് 50-50 ചാൻസാണ്. രണ്ടാമത് ചാൻസ് ഉള്ളത് കിങ് ദുഷ്യന്തയുടെ ചോദിക്കാം, അതും 50-50 ചാൻസാണുള്ളത്. തേർഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് തെരേസ, അത് 80% ചാൻസ് ഉള്ളൊരു സാധനമാണ്. പിന്നെ ഫോർത്ത് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്റ്റൗട്ട് വുമൺ. സ്റ്റൗട്ട് വുമണിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റൗട്ട് മാനിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ എങ്ങും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്റ്റൗട്ട് വുമൺ. സ്റ്റൗട്ട് മാൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റൗട്ട് വുമൺ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ കാണുന്നില്ല. അതിനാൽ ഒന്നെങ്കിൽ സ്റ്റൗട്ട് വുമൺ ചോദിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് തെരേസ വരാം, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ദുഷ്യന്ത വരാം, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൾഡ് മാൻ. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഈ പ്രാവശ്യത്തെ SSLC എക്സാമിനേഷന് ഷുവറായിട്ടും ചോദിക്കും. കാരണം അത്രയ്ക്കും നല്ല ചാൻസ് ഉള്ള 4 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓൾഡ് മാൻ്റെയും പിന്നെ അതേപോലെ കിങ് ദുഷ്യന്തയുടെയും തെരേസയുടെയും സ്റ്റൗട്ട് വുമൻ്റെയും. ഇത് നോക്കാതെ പോകരുത്.